അനിയും വിനുവാ. എവിടെയുള്ളതാ? അങ്ങ് ദൂരെ. ഇവിടെ എന്തിനാ വന്നേ? വെറുതെ. വെറുതെയോ? വിശന്നിട്ടാ. ഈ കാട്ടിൽ ഇതെങ്ങനെ വന്നു? അത് വഴിതെറ്റി വന്നതാ. മിടുക്കി. കള്ളത്തമ്മാടികള് ഇഷ്ടം കൂടിയിട്ട് പുറപ്പെട്ടു പോന്നല്ലേ? അയ്യേ. കഞ്ഞി മുഴുവനും കുടിച്ചോ? ഇല്ല, മുഴുവനും കുടിച്ചില്ല. ഇനി വേണോ? വേണ്ട, മതി. സാരമില്ല, വിശന്നിട്ടല്ലേ? കുടിച്ചോ? നിറഞ്ഞു. ഓഹോ, ആട്ടെ. ഇനി എന്താ പരിപാടി? ഞങ്ങൾ പോയിക്കൊള്ളാം. എവിടേക്ക്? കഴുത കുട്ടികള് ഈ കാട്ടിൽ ഇനി എവിടെ പോവാനാ? ഇവിടെ നിക്ക്, ഞാൻ എന്റെ മൂപ്പരോടും ചോദിക്കട്ടെ. ദേ, അപ്പുറത്ത് 2 പിള്ളേര് വന്നിട്ടുണ്ട്. ഇഷ്ടം കൂടിട്ട് ഒളിച്ചോടി പോന്നതാ. ഇച്ചിരിച്ചേ ഉള്ളൂ. പൊട്ടിപ്പിള്ളേരാ. എന്താ ഇപ്പൊ വേണ്ടേ? നമുക്കൊരു കൂട്ടാവൂല്ലേ ഇവിടെ നിർത്തിയാല്? ഇല്ലില്ല, കുഴപ്പക്കാരല്ലെന്നാ തോന്നണേ. ഞാൻ നോക്കിക്കോളാം. ഞാൻ എന്റെ ഭർത്താവിനോട് വർത്താനം പറഞ്ഞ് എത്തി നോക്കുകയാണല്ലേ? ഇല്ല. മൂപ്പര് പറഞ്ഞു ഇനി നിങ്ങൾ എങ്ങും അയക്കണ്ടെന്ന്. ഇവിടെ കൂടിക്കൂ, ഞങ്ങൾക്കൊരു കൂട്ടായി. തോന്നിവാസം ഒന്നും കാട്ടാണ്ട് അടങ്ങി കഴിയോ? ഇല്ലെങ്കിൽ ചെവി പൊന്നാക്കും ഞാൻ. നിങ്ങളെ അന്വേഷിച്ചു പിടിച്ച് കൊല്ലാപ്പിന് ഇനി ആരെങ്കിലും വരുമോ പിള്ളേരെ? ഇല്ലേ? വന്നാലും വിട്ടുകൊടുക്കൂല ഞാൻ. പേരെന്താ? ആരുടെ? എന്റെയോ? എന്റെ പേര് ഞാനെന്നാ. അപ്പോ ഞങ്ങളെന്താ വിളിക്കണ്ടേ? ഞാനും എന്നോ? മിടുക്കി. ഉള്ളത് പറഞ്ഞാൽ ഞാൻ പേര് മറന്നു. മൂപ്പര് വിളിക്കുക ഏഞ്ഞ. നിങ്ങൾ കയറി അങ്ങനെയൊന്നും വിളിക്കരുത് കേട്ടോ. എനിക്കാ വിളി കേട്ടാൽ ആകെ ഒരു തരിപ്പ. പിന്നെ മേജർ വിളിക്കുക ചേച്ചിന്ന, കാതർ കാത്തിന്ന്. നിങ്ങൾ ഇനിയിപ്പോ എന്താ വിളിക്കണ്ടെന്നാ ഞാൻ ആലോചിക്കുന്നു. ആന്റിന്ന് വിളിച്ചു. ഞങ്ങളെ ആന്റി എന്നും അങ്കിളെന്നും വിളിച്ചാ മതി. അങ്കിൾ എവിടെ? അകത്തെവിടെയെങ്കിലും ഉണ്ടാവും. മൂപ്പരൊരു ടൈപ്പാ. അങ്ങനെ ആരോട് സംസാരിക്കൊന്നുമില്ല. ആന്റിക്ക് വരെ ആരൊക്കെ ഉണ്ട്? ഞാനുണ്ട്, എന്റെ മൂപ്പരുണ്ട്. എന്താ പോരെ? അതല്ല, കുട്ടികള് ഇല്ലായിരുന്നു, ഇപ്പൊ കിട്ടി. ആരാ? നിങ്ങൾ 2 പേരും. പണ്ട് ഒത്തിരി നാളുകൾക്ക് മുൻപൊരു കാലം, ഒരു പെണ്ണിന് 4-5 ആണുങ്ങളും ഒരാണിന് 4-5 പെണ്ണുങ്ങളും ഉണ്ടായിരുന്ന കാലം. അതെങ്ങനെയുണ്ട്? മുണ്ടെന്ന് ഉറക്കണം, ഉറങ്ങിക്കോ. പൂട്ടിയേ ആയുള്ളൂ. അപ്പോഴേക്കും അതെങ്ങനെയാണെന്ന് അറിയണം അല്ലേ? നിങ്ങൾ കേട്ടോ? പൊട്ടി പിള്ളേരാണെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങള് എനിക്കങ്ങ് കലി കയറി. കഥ പറയാൻ നിന്നില്ല, ഞാനിങ്ങി പോന്നു. പിന്നെ അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, നിങ്ങളിവിടെ ഉറങ്ങാണ്ട് കാത്തിരിക്കയല്ലേ? കഥ പറഞ്ഞിരുന്നാലോ? കുറച്ചുകൂടെ കൂടെ നീ കിടന്നേ. വേണ്ട കേട്ടോ, പിള്ളേരപ്പുറത്തുള്ളതാ. അവരുറങ്ങിട്ടൊന്നും ഉണ്ടാവില്ല.
പെൺകുട്ടികൾക്ക് എന്തിനാ നീന്തൽ അറിയുന്നേ? പഠിച്ചിരുന്ന നല്ലതല്ലേ? ഞാൻ പഠിപ്പിക്കാം. അധികം കിടന്ന് കളിക്കണ്ട. കുളിച്ചു കയറും പിള്ളേരെ.